രോമത്തിൽ പോലും തൊടാനായിട്ടില്ല. യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഇവരാണ്, അമേരിക്കയും ഇസ്രായേലും. വർഷങ്ങളായി പണം വാരിയെറിഞ്ഞ് നടത്തിയ ആസൂത്രിത നീക്കങ്ങളെ ഇറാൻ എങ്ങനെ നിഷ്പ്രഭമാക്കിയെന്നത് അത്ഭുതകരമായ ഒരു വസ്തുത തന്നെയാണ്. ലോകമേറെ അമ്പരപ്പോടെ തന്നെയാണ് അത് നോക്കിക്കാണുന്നത്. ശതകോടികൾ ചെലവാക്കി അത്യാധുനിക ബോംബുകളും മിസൈലുകളും വർഷിച്ചിട്ടും ഇറാന്റെ സൈനിക കരുത്തിന്റെ അടിത്തറ ഇളക്കാൻ ശത്രുക്കൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാന്റെ സുശക്തമായ മിസൈൽ നഗരങ്ങളും നിമിഷ നേരം കൊണ്ട് സ്ഥാനം മാറുന്ന മൊബൈൽ ലോഞ്ചറുകളും പാശ്ചാത്യ സാങ്കേതിക വിദ്യയുടെ സർവ്വ നിരീക്ഷണങ്ങളെയും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇറാന്റെ 70% മിസൈലുകളും 60% ലോഞ്ചറുകളും ഇപ്പോഴും പൂർണ്ണ സജ്ജമാണ് എന്നത് അവരുടെ പ്രതിരോധ തന്ത്രത്തിന്റെ വലിയ വിജയമാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ മുട്ടുകുത്തിക്കാമെന്ന് കരുതിയ വാഷിംഗ്ടണിന് ഇറാന്റെ തദ്ദേശീയമായ സാങ്കേതിക മികവ് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് വിലയിരുത്താം. എത്രയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായാലും തങ്ങളുടെ പരമാധികാരത്തെ തൊടാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും വാക്കല്ല എന്ന് ഈ ആയുധശേഖരം തെളിയിക്കുകയാണ്. നമുക്ക് വിശദമായി ആ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. അതിനു മുൻപ് ഈ യുദ്ധത്തിൽ നിങ്ങൾ ആർക്കൊപ്പമാണ് എന്നും എന്തുകൊണ്ട് ആ രാജ്യമെന്നും കൃത്യമായി കമന്റിൽ എഴുതുമല്ലോ. ഏപ്രിൽ മാസത്തിലെ കണക്കുകൾ പ്രകാരം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ 70%വും വിക്ഷേപണ സംവിധാനങ്ങളുടെ 60%വും ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ് എന്ന് US രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്നു. ഇറാന്റെ അത്യാധുനികമായ ഭൂഗർഭ മിസൈൽ നഗരങ്ങളും സഞ്ചരിക്കുന്ന ലോഞ്ചറുകളും ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചതാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. ഇറാന്റെ പക്കലുള്ള ഡ്രോണുകളുടെ 40%-ഓളം ഇപ്പോഴും സുരക്ഷിതമാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് കൃത്യമായ റിപ്പോർട്ടുകൾ തന്നെയാണ്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയുള്ള ഈ നിരീക്ഷണങ്ങൾ പശ്ചിമേഷ്യയിലെ നിലവിലെ സൈനിക സന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ള ഗൗരവകരമായ ചില സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഇത്രയധികം ആക്രമണങ്ങൾക്കും ഉപരോധങ്ങൾക്കും ശേഷവും ഇറാന്റെ മിസൈൽ ശേഷി വലിയ തോതിൽ തകരാതെ നിൽക്കുന്നു എന്നത് അവരുടെ ഭൂഗർഭ മിസൈൽ താവളങ്ങളുടെയും അതുപോലെ മൊബൈൽ ലോഞ്ചറുകളുടെയും കാര്യക്ഷമത തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇറാന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, സൈനികമായി നോക്കുകയാണെങ്കിൽ, ഒരു രാജ്യം തങ്ങളുടെ ആയുധ ശേഖരത്തിന്റെ ഭൂരിഭാഗവും യുദ്ധസമാനമായ സാഹചര്യത്തിലും സംരക്ഷിച്ചു നിർത്തുന്നു എന്നത് പ്രതിരോധ തന്ത്രങ്ങളിലെ വലിയൊരു വിജയം തന്നെയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരുപാട് പണം മുടക്കിയാണ് യുദ്ധത്തിലേക്ക് അമേരിക്കയും ഇസ്രായേലും എത്തുന്നത്. കേവല എണ്ണത്തേക്കാൾ ഉപരിയായി ഈ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള ലോഞ്ചറുകളുടെ ലഭ്യതയാണ് ഏറെ നിർണായകം. 60% ലോഞ്ചറുകൾ സജ്ജമാണെന്ന് ഇറാൻ ഇപ്പോഴും ശക്തമായ തിരിച്ചടി നൽകാനുള്ള ശേഷിയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യവുമാണ്. ഇത് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്കും അതുപോലെ സഖ്യകക്ഷികൾക്കും വലിയൊരു ഭീഷണിയായിട്ടാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇറാൻ കൈവരിച്ച സ്വയം പര്യാപ്തതയും പ്രാദേശിക തന്ത്രപ്രധാനമായിട്ടുള്ള സ്വാധീനവും സൈനിക നടപടികൾ കൊണ്ട് മാത്രം ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന വാദത്തിന് ഈ കണക്കുകൾ കൃത്യമായിട്ടുള്ള ഫലം നൽകുന്നുണ്ട്. നയതന്ത്രപരമായ നീക്കങ്ങളെക്കാൾ ഉപരിയായി സൈനികമായ ഒരു സമ്പൂർണ്ണ വിജയം ഈ മേഖലയിൽ പ്രായോഗികമല്ല എന്ന തിരിച്ചറിവിലേക്കാണ് ഇത് ലോകശക്തികളെ എത്തിക്കുന്നത്. ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും ഇടയിലും ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് സംരക്ഷിക്കുന്നതിൽ വിജയിച്ചു എന്നത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട്. അത് അമേരിക്ക വിശ്വസിച്ചേ പറ്റൂ. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഇറാന്റെ നിലപാടും ആഗോള രാഷ്ട്രീയത്തിലും അതുപോലെ സാമ്പത്തിക രംഗത്തും വലിയ ചർച്ചകൾക്ക് ഇതിനോടകം തന്നെ വഴി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്ത് പാതകളിൽ ഒന്നാണ് എന്ന നിലയിൽ ഹോർമുസ് കടലിടുക്കിനുള്ള നിയന്ത്രണം ഇറാൻ വലിയൊരു വിലപേശൽ ശേഷി തന്നെ നൽകുന്നുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം തങ്ങളുടെ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുകയാണെങ്കിൽ ഈ കടലിടുക്കിലൂടെയുള്ള മറ്റേതൊരു രാജ്യത്തിന്റെ എണ്ണ നീക്കവും അനുവദിക്കില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനുള്ള കാരണമായി. തന്ത്രപരമായ ഈ നീക്കം അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളെയും സഖ്യകക്ഷികളെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു വിഷയം തന്നെയാവുകയാണ്. കേവലം സൈനിക ശക്തി എന്നതിലുപരി ഭൗമരാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്ഥാനം ഉപയോഗിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. ഉപരോധങ്ങൾ കൊണ്ട് ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന കൃത്യമായ സന്ദേശമാണ് ഈ നിലപാടിലൂടെ അവർ നൽകുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ പരമാവധി സമ്മർദ്ദം അല്ലെങ്കിൽ മാക്സിമം പ്രഷർ തന്ത്രത്തിന് വഴങ്ങാൻ ഇറാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതിലൂടെ തങ്ങളുടെ പരമാധികാരത്തിന് മുന്നിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സന്ദേശം തന്നെയാണ് ആഗോള ജനതയ്ക്ക് മുമ്പിൽ ഇറാൻ കൊടുക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെക്കാൾ ഉപരിയായി നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ തങ്ങളുടെ പക്കലുള്ള എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന ഇറാന്റെ ഇച്ഛാശക്തി പശ്ചിമേഷ്യയിലെ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിവരയ്ക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ പ്രതിസന്ധി ഇങ്ങനെ തന്നെ തുടരുന്നത് ആഗോള ഇന്ധന വിതരണ ശൃംഖലയെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്കും നയിച്ചേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറില്ല എന്ന ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനമാണ്. ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കിയ ഘട്ടത്തിലേക്കാണ് ഈ കാര്യം എത്തിച്ചിട്ടുള്ളത്. ആണവ സാങ്കേതിക വിദ്യ തങ്ങളുടെ പരമാധികാരത്തിന്റെ ഭാഗമാണ് എന്നും
അതിൽ വിട്ടുവീഴ്ചയില്ലെന്നുമുള്ള ഇറാന്റെ നിലപാട് അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഉപരോധങ്ങൾ നീക്കാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ചൈനയെ പോലുള്ള രാജ്യങ്ങളെ ഇടനിലക്കാരായി ഉപയോഗിച്ച് ഇറാന്റെ ആണവ പദ്ധതികളിൽ നിയന്ത്രണം കൊണ്ടുവരാമെന്ന വാഷിംഗ്ടണിന്റെ പ്രതീക്ഷകൾ ഇതോടെ അനിശ്ചിതത്തിലാകുകയും ചെയ്തിട്ടുണ്ട്. ചൈനയുമായി ഇറാൻ സാമ്പത്തികവും അതുപോലെ തന്ത്രപരവുമായ സഹകരണം പുലർത്തുന്നുണ്ട് എങ്കിലും തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെയും അതുപോലെ ആണവ നയത്തെയും ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇറാൻ താല്പര്യപ്പെടുന്നില്ല. അത് നല്ല ബന്ധം പുലർത്തുന്ന ചൈന ആയാലും റഷ്യ ആയാലും ഒക്കെ ഇറാന്റെ ഈ നിലപാടിൽ മാറ്റമില്ല. വിദേശ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതിനേക്കാൾ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് അവർ ഇപ്പോഴും താല്പര്യപ്പെടുന്നതെന്ന് ഈ പ്രഖ്യാപനം വ്യക്തമാക്കുന്നുണ്ട്. ആണവ സാങ്കേതിക വിദ്യയിലെ സ്വയം പര്യാപ്തത ഇറാന് പശ്ചിമേഷ്യയിൽ വലിയൊരു സുരക്ഷാ കവചം നൽകുന്നുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും യുറേനിയം സമ്പുഷ്ടീകരണം തുടരുന്നത് ഇറാന്റെ സാങ്കേതിക മികവിനെയും ഇച്ഛാശക്തിയെയും തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും അപ്പുറം ഇറാന്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരത്തിന് മാത്രമേ ഇനി പ്രസക്തിയുള്ളൂ. എന്തായാലും ആർക്കും വേണ്ടി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ശക്തിയായി മാറുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്തരം നീക്കങ്ങളൊക്കെ. എന്തായാലും ഇറാൻ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ചില പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നിലവിൽ നേരിടുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായ വെല്ലുവിളികൾ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നുണ്ട് എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിക്കുന്നത് അമേരിക്കൻ ഓഹരി വിപണിയിൽ വലിയ അസ്ഥിരത ഉണ്ടാക്കുന്നു എന്ന വസ്തുത സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ധന വിലയിൽ ഉണ്ടാകുന്ന വർധനവ് അമേരിക്കയിലെ സാധാരണക്കാരെ ബാധിക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമോ എന്ന ഭയം ഭരണകൂടത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും രാഷ്ട്രീയമായ പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടി ഉപരോധങ്ങളിൽ ഇളവ് വരുത്താൻ ട്രംപ് തയ്യാറാകാത്തത് ഒരു വലിയ നയതന്ത്ര പ്രതിസന്ധിയായിട്ട് ഇപ്പോഴും തുടരുന്നു. ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കടുത്ത സൈനിക നീക്കങ്ങൾ പലപ്പോഴും അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിച്ചതായിട്ട് നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താവുന്നതാണ്. ഇറാന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് മേഖലയിലുള്ള സ്വാധീനവും ശക്തമായ സൈനിക സജ്ജീകരണങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഇനിയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് വലിയ ആൾനാശവും സാമ്പത്തിക ബാധ്യതയും തന്നെയാണ് വരുത്തി വെക്കാൻ പോകുന്നത്. വിയറ്റ്നാം അല്ലെങ്കിൽ ഇറാഖ് യുദ്ധങ്ങളിൽ കണ്ടതുപോലെ ലക്ഷ്യപ്രാപ്തിയില്ലാത്ത ദീർഘകാല പോരാട്ടങ്ങൾ അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന് തന്നെ തിരിച്ചടിയയക്കാം. അതുകൊണ്ട് ഇവിടെ ചിന്തിക്കേണ്ടത് അമേരിക്ക തന്നെയാണ്. ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാത്തതും വാഷിംഗ്ടണിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ് എന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഒരു വശത്ത് സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങളും മറുവശത്ത് യുദ്ധം മൂലമുണ്ടാകുന്ന ആഭ്യന്തര തകർച്ചയും ട്രംപിനെ വലിയൊരു പ്രതിസന്ധിയിലാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വിവേകപൂർണമായ നയതന്ത്ര നീക്കങ്ങളിലൂടെ മാത്രമേ ഈ അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് ഇരു രാജ്യങ്ങൾക്കും ഇപ്പോൾ പിന്മാറാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം വ്യക്തിപരമായ ശാഠ്യങ്ങൾ പശ്ചിമേഷ്യയെ മാത്രമല്ല ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. അമേരിക്ക കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ഈ യുദ്ധം അവസാനിക്കേണ്ടതുണ്ട്. ഉപരോധം കൊണ്ട് ഇറാനെ തകർക്കാമെന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണ് എന്ന് അതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ടല്ലോ. തങ്ങളുടെ ആയുധ ശേഖരവും നയതന്ത്ര കരുത്തും ഉപയോഗിച്ച് അമേരിക്കൻ സാമ്രാജ്യത്തെ നേരിടാൻ ഇറാൻ സർവ്വസജ്ജമാണെന്ന് ഈ പ്രതിസന്ധി തെളിയിക്കുകയും ചെയ്യുന്നു. പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കാത്ത ഒരു കരാറിനും ടെഹ്റാൻ ഇനി വഴങ്ങില്ല എന്നതിന് ഒരു സംശയവുമില്ല. എന്തായാലും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ.